ജീവിതം ഒരു കുട്ടിക്കളിയല്ല എന്ന് ഓരോരുത്തർക്കും മനസ്സിലാക്കി തരുന്ന ചില മനുഷ്യരെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. 18ാമത്തെ വയസ്സിൽ പിതാവിന്റെ ബിസിനസ് ഏറ്റെടുത്ത് കുടുംബം നോക്കുന്ന ഒരു മിടുക്കിയെക്കുറിച്ച് ആദ്യം അറിയാം. അച്ഛനും അമ്മയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതോടുകൂടിയാണ് അലീഷ അച്ഛൻ ജിൻസൺ നടത്തിക്കൊണ്ടിരുന്ന ആ ജോലി സ്വയം ഏറ്റെടുക്കുന്നത്. തകർച്ചയിലേക്ക് പോകുമായിരുന്ന ബിസിനസ് ഇന്ന് അലീഷയും ചേട്ടനും ചേർന്ന് നല്ല നിലയിലാണ് കൊണ്ടുപോകുന്നത്. ഇത് അലീഷ ജിൻസൺ, പ്രായം 19. തന്റെ 18ാം വയസ്സിലാണ് പിതാവ് ജിൻസണ് അപകടത്തിൽ പരിക്കേൽക്കുന്നത്. പിന്നാലെ അമ്മ ഷീജയ്ക്ക് ന്യൂമോണിയ പിടിപെട്ടു. കുടുംബം സാമ്പത്തിക പ്രയാസത്തിലായി. ഫീസടയ്ക്കാൻ പണം തികയാതെ വന്നതോടെ ചേട്ടന്റെ പഠനം മുടങ്ങി. പ്രതിസന്ധിയിൽ പതറാതെ ആദ്യം ഓട്ടോ ഓടിച്ചു. പിന്നീട് ചേട്ടൻ ജോഷുവുമായി ഒന്നിച്ച് പിതാവ് നടത്തിവന്നിരുന്ന ക്ലീൻ ട്രസ്റ്റ് എന്ന സ്ഥാപനം വീണ്ടും ഉഷാറാക്കി. പപ്പ സ്കൂട്ടറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ പട്ടി വട്ടം ചാടിയതാ. അപ്പൊ സ്പൈനലിന്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. ഇപ്പൊ അത് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു. മമ്മിക്ക് ന്യൂമോണിയ വന്ന് അപ്പൊ മമ്മിയും പപ്പയാണ് മെയിൻ ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് അത്യാവശ്യം സ്റ്റാഫും കാര്യമില്ല, 10-15 സ്റ്റാഫ് നമുക്ക് ഉണ്ടായിരുന്നു പെർമനന്റ് ആയിട്ട്. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന വെച്ചതായിരുന്നു. പിന്നെ മമ്മിക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ശ്വാസം മുട്ടും. അങ്ങനെ കസ്റ്റമറെ ഡീൽ ചെയ്യാൻ പറ്റാനുള്ള അങ്ങനത്തെ പ്രശ്നമൊക്കെ വന്നപ്പോഴേക്കും കുറച്ച് ഡൗൺ ആയി പോയായിരുന്നു. ഞാൻ BSW പഠിക്കുന്നുണ്ട്. അവിടെ ഓൺലൈനായിട്ടാണ്. അത് ഈ സോഷ്യൽ വർക്കറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ്. ചേട്ടനും BBA ഓൺലൈൻ പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ പോകേണ്ട കാര്യമില്ല. ബാക്കി സമയം ഞങ്ങൾ ഇങ്ങനെ വർക്കായിട്ട് പോകും. ചേട്ടൻ ഇപ്പോൾ വേറെ സൈറ്റ് ഉണ്ടാവും, ഞാൻ വേറെ സൈറ്റിലുണ്ടാവും. റിക്കോ കാറും കൂടി ഉണ്ട്. അതിന് ചേട്ടൻ പോകും, ഞാൻ ഈ ഓട്ടോ ആയിട്ട് ഞാൻ വീട്, ഫ്ലാറ്റ്, വില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫുൾ ഡീപ് ക്ലീൻ ചെയ്യുക, ജനറൽ ക്ലീനിങ് അങ്ങനത്തെ സംഭവമുണ്ട്. പിന്നെ കാർപ്പറ്റ്, ഷാമ്പു വാഷ്, സോഫ അങ്ങനെ ഐറ്റംസ് എല്ലാം ഞങ്ങൾ ക്ലീൻ ചെയ്തതാണ്. ഇപ്പോൾ ഒരു 11 വർഷമായിട്ട് ഞങ്ങളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പപ്പ, മമ്മി, ചേട്ടൻ, ഞാൻ. അത് അയൽപക്കത്തെ ഒരു വീട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ പയ്യെ സ്റ്റാഫായി ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1.5 ലക്ഷം രൂപ ലോൺ മാത്രം നമുക്കുണ്ട്. അതല്ലാണ്ട് നമ്മുടെ അല്ലാണ്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നടന്നു പോയിക്കൊണ്ടിരുന്ന വെച്ചിട്ടുണ്ട്. ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ഉണ്ടായിരുന്നില്ല. കറക്റ്റ് ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന വെച്ചായിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഫുൾ ഡൗൺ ആയി. ഇപ്പൊ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഞങ്ങൾ എൻ്റെ ഇറങ്ങിയപ്പോഴേക്കും വർക്ക് കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടി തുടങ്ങി. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ നായകർ ജനിക്കുന്നതെന്ന സിനിമയുടെ വാക്യം പോലെയാണ് അലീഷയുടെ ജീവിതവും. അലീഷയുടെ ജീവിതത്തിൽ സംഭവിച്ച ആ പ്രതിസന്ധി അത് അതിമനോഹരമായി തരണം ചെയ്ത് അലീഷയും അലീഷയുടെ കുടുംബവും മുന്നോട്ട് പോവുകയാണ്. നിഖിൽ ജോസഫിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.